PSC വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം: കേരളത്തിൻ്റെ ഔദ്യോഗിക മരം ഏത്? ഉത്തരം: തെങ്ങ്. നമ്മുടെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. ഔദ്യോഗിക മൃഗം ആന. ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. ഔദ്യോഗിക പാനീയം കരിക്കിൻ വെള്ളം. ഔദ്യോഗിക ഫലം ചക്ക. ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധമയൂരി. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? ചണ്ഡീഗഡ്. ഇന്ത്യൻ നഗരങ്ങളും അപരനാമങ്ങളും നമുക്ക് മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെടാം. ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെയാണ്? ഗ്രാമസഭയിൽ. പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാനം ഗ്രാമസഭയാണ്. ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ 243A ആണ്. ഗ്രാമസഭ സമ്മേളിക്കാനുള്ള കോറം എന്ന് പറയുന്നത് ആകെ അംഗസംഖ്യയുടെ 1/10 ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പർ. ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ്. പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി 73ാം ഭേദഗതിയാണ്. പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിൾ 40 നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ആർട്ടിക്കിൾ 243A പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി 73ാം ഭേദഗതിയുമാണ്. ഇപ്പോൾ പറയുന്നത് പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിൾ, അത് 40ാമത്തെ ആർട്ടിക്കിളാണ്. പഞ്ചായത്ത് രാജിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം 1961. ഇന്ത്യയിൽ വനിതകൾക്ക് തൊഴിലിടങ്ങളിലെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന നിയമം പാസാക്കിയ വർഷം 2013 ഡിസംബർ 9. ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ആസാം. ഇന്ത്യൻ നാട്യശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഭരതമുനി. നാട്യശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവും ഭരതമുനി തന്നെയാണ്. നൃത്തത്തിൻ്റെ ദേവനായി കണക്കാക്കുന്നത് ശിവനെയാണ്. നിലവിൽ ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളുടെ എണ്ണം 8. സംഗീത നാടക അക്കാദമി നിലവിൽ വന്ന വർഷം 1952. കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി? വിൽപ്പന നികുതി. 2017 ജൂലൈ 1 GST നിലവിൽ വന്നതിന് ശേഷം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗമാണ് സ്റ്റേറ്റ് GST. GST നികുതി ആദ്യമായി നടപ്പിലാക്കിയത് ഫ്രാൻസ് ആണ്. മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഏഷ്യൻ രാജ്യം ദക്ഷിണ കൊറിയ. ഇന്ത്യയിൽ കേന്ദ്ര മൂല്യവർദ്ധിത നികുതി നിലവിൽ വന്ന വർഷം 2000 ഏപ്രിൽ 1. ലോകത്ത് ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യമാണ് ഈജിപ്റ്റ്. മൂല്യവർദ്ധിത നികുതി ആദ്യമായി നടപ്പിലാക്കിയത് ഫ്രാൻസ് ആണ്. കാർബൺ നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ന്യൂസിലാൻഡ്. കൊഴുപ്പ് നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യമാണ് ഡെൻമാർക്ക്. കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏത്? താപ്തി. താപ്തി നദിയുടെ ഉത്ഭവം സാത്പുര നിരയിലെ മുൾട്ടായി റിസർവ് വനത്തിൽ നിന്നുമാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് താപ്തി. താപ്തി നദിയുടെ നീളം
724 കിലോമീറ്ററാണ്. ഫ്രംസെ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദിയാണ് താപ്തി. താപ്തി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണം സൂററ്റ് ആണ്. താപി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് താപ്തി. അടുത്ത ചോദ്യം, അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ കാലത്താണ്? ഉത്തരം ശിവജി. മറാത്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ് ശിവജി. ശിവജിയുടെ ഭരണകാലം 1674 മുതൽ 1680 വരെയാണ്. മറാത്ത സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം റായ്ഗഡ് ആണ്. ശിവജി ഛത്രപതി എന്ന പദവി സ്വീകരിച്ച വർഷമാണ് 1674. റായ്ഗഡിൽ വെച്ചിട്ടാണ്. അഷ്ടപ്രധാനിലെ പ്രധാനമന്ത്രി പദവിയായിരുന്നു പേഷ. ശിവജിയുടെ കുതിരയുടെ പേര് പഞ്ചകല്യാണി. ശിവജിയുടെ വാൾ ഭവാനി. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ കൻവർ സിംഗ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെയും ദേശീയ പട്ടികവർഗ കമ്മീഷന്റെയും വിഭജനത്തിന് കാരണമായ ഭരണഘടനാ ഭേദഗതിയാണ് 2003 81 ഭരണഘടനാ ഭേദഗതി. ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് 2004 ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നതും 2004. പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 338. പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 338A. ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം. ചെയർമാൻ ഉൾപ്പെടെ 5 പേർ. പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ്റെയും മറ്റ് അംഗങ്ങളുടെയും കാലാവധി 3 വർഷം. ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം ഡിസംബർ 18. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെൻറ്റ് പാസാക്കിയ വർഷം 2005. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന വർഷം 2006 ഫെബ്രുവരി 2. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലേക്കും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയ വർഷം 2008 ഏപ്രിൽ 1. തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജീൻ ഡ്രസ്സെയാണ്. ബെൽജിയംകാരനായ ജീൻ ഡ്രസ്സെയാണ്. പദ്ധതി പ്രകാരം ഒരാൾക്ക് 1 വർഷം 100 ദിവസം തൊഴിൽ ഉറപ്പ് നൽകുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യം നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലകളാണ് പാലക്കാടും വയനാടും. കേരളത്തിൻ്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആര്? നിവേദിത പി. ഹരൻ. ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല റൂർക്കേല. റൂർക്കേല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ്. റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടുകൂടി ഒഡീഷയിലാണ് നിർമ്മിച്ചത്. അതുപോലെ ഭിലായി വ്യവസായശാല സഹകരിച്ച രാജ്യം റഷ്യയാണ്. സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്. ദുർഗാപൂർ വ്യവസായശാലയ്ക്ക് സഹകരിച്ചത് ബ്രിട്ടനാണ്. സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ. ബൊക്കാറോ വ്യവസായശാലയുമായി സഹകരിച്ച രാജ്യം റഷ്യയാണ്. സ്ഥിതി ചെയ്യുന്ന സ്ഥലം ജാർഖണ്ഡ്. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 5-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1974 മുതൽ 1979 വരെയാണ്. ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം 5-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ 20 പരിപാടികൾ ആരംഭിച്ച പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. സമഗ്ര ശിശു വികസന സേവന പദ്ധതി അഥവാ ICDS നിലവിൽ വന്ന വർഷം 1975 ഒക്ടോബർ 2.
കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് 5-ാം പഞ്ചവത്സര പദ്ധതി. 5-ാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതി റോളിംഗ് പ്ലാനാണ്. റോളിംഗ് പ്ലാനിൻ്റെ കാലഘട്ടം 1978 മുതൽ 1980 വരെയാണ്. റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെൻറ്റാണ്. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ്? 2013. പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി നീളം 1600 കിലോമീറ്ററാണ്. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 6. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയ വർഷം 2012 ജൂലൈ 1. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് സഹ്യപർവ്വതം എന്നാണ്. തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് നീലഗിരി മല. മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നാണ്. പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. കസ്തൂരി രംഗൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് നിയോഗിച്ച വ്യക്തിയാണ് ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ. ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത്? താലൂക്ക്. മറ്റ് ഓപ്ഷൻസ് ഗ്രാമം, ജില്ല, ബ്ലോക്ക് ഇതായിരുന്നു. ഇതിൽ ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് താലൂക്കാണ്. പഞ്ചായത്തി രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങളാണ് നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണം 50%. 2016 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ ചാമ്പ്യന്മാരായിരുന്നു വെസ്റ്റ് ഇൻഡീസ്. വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആര്? പണ്ഡിത രമാഭായിയാണ് ശാരദാ സദൻ സ്ഥാപിച്ചത്. ഇന്ത്യയിൽ ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചത് പണ്ഡിത രമാഭായിയാണ്. പണ്ഡിത രമാഭായി ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചത് 1882 വർഷമാണ്. ഇന്ത്യയിൽ മുക്തി മിഷൻ എന്ന സംഘടന സ്ഥാപിച്ചതും പണ്ഡിത രമാഭായിയാണ്. പണ്ഡിത രമാഭായി മുക്തി മിഷൻ സ്ഥാപിച്ച വർഷം 1889. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമേത്? വിവരാവകാശ നിയമം. ഇന്ത്യൻ പാർലമെൻറ്റിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം 2005 ജൂൺ 15. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. 1997. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന്? 1957 ഏപ്രിൽ 5. കേരളത്തിൽ ഒന്നാം നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1. കേരളത്തിൽ ഒന്നാം മന്ത്രിസഭ നിലവിൽ വന്നതാണ് 1957 ഏപ്രിൽ 5. കേരളത്തിൽ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെയാണ്. ഒന്നാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളുടെ എണ്ണം 114. ഇതിൽ 102 എണ്ണം ഏകാംഗ മണ്ഡലങ്ങളും 12 എണ്ണം ദ്വയാംഗ മണ്ഡലങ്ങളും ആയിരുന്നു. ആകെ സീറ്റുകളുടെ എണ്ണം 126. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉൾപ്പെടെ ആകെ 127 അംഗങ്ങളാണ് ആദ്യ നിയമസഭയിൽ ഉണ്ടായിരുന്നത്. കേരളത്തിലെ
ഒന്നാം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം 60. ഇന്ത്യയിൽ ആദ്യമായി ജനാധിപത്യ രീതിയിൽ ഒരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ, അതായത് ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വന്നത് കേരളത്തിലാണ്. ആ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 11. ഇന്ത്യയിലെ 4 മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം. ഏതൊക്കെയാണ് ആ നഗരങ്ങൾ? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. സുവർണ ചതുഷ്കോണം പ്രോജക്റ്റിന് തറക്കല്ലിട്ട വർഷം 1999 ജനുവരി 6. സുവർണ ചതുഷ്കോണം പ്രോജക്റ്റിന് തറക്കല്ലിട്ടത് അടൽ ബിഹാരി വാജ്പേയിയാണ്. സുവർണ ചതുഷ്കോണത്തിൻ്റെ ദൈർഘ്യം 5846 കിലോമീറ്ററാണ്. ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജി. രണ്ടാം അലക്സാണ്ടർ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ഖിൽജി വംശത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത് അലാവുദ്ദീൻ ഖിൽജിയാണ്. സിരി നഗരം, അലൈ ദർവാസ എന്നിവ സ്ഥാപിച്ച ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയുടെ യഥാർത്ഥ നാമം അലി ഖുർഷിദ് എന്നാണ്. പട്ടാളക്കാർക്ക് ശമ്പളമായി പണം നൽകിയ ആദ്യ ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ സദസ്യനായിരുന്ന പ്രശസ്തനായ ഉറുദു കവിയാണ് അമീർ ഖുസ്രു. ഇന്ദിര ആവാസ് യോജന ഈ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? ദാരിദ്ര്യം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങൾക്കും പട്ടികജാതി വർഗത്തിൽപ്പെട്ടവർക്കും വീട് സാധ്യമാക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് ഇന്ദിര ആവാസ് യോജന. ഇന്ദിര ആവാസ് യോജന ആരംഭിച്ച വർഷം 1985-ലാണ്. 1985-ലാണ് ഇന്ദിര ആവാസ് യോജന ആരംഭിക്കുന്നത്. ഇന്ദിര ആവാസ് യോജന ഒരു സ്വതന്ത്ര പദ്ധതിയായി മാറിയ വർഷം 1996 ജനുവരി 1 ഇന്ദിര ആവാസ് യോജന ആരംഭിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. അതുപോലെ ഇന്ദിര ആവാസ് യോജന 7ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നടപ്പിലാക്കിയത്. ഇന്ദിര ആവാസ് യോജന കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയമാണ് നടപ്പിലാക്കുന്നത്. ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ജൂണോ. ജൂണോ വിക്ഷേപിച്ച വർഷം 2011 ഓഗസ്റ്റ് 5. ജൂണോ ഉപഗ്രഹം വ്യാഴത്തിൽ എത്തിയത് 2016 ജൂലൈ 4. ജൂണോ വിക്ഷേപിച്ച സ്ഥലം ഫ്ലോറിഡയിലെ കേപ്പ് കനവറൽ ആണ്. ഫ്ലോറിഡയിലെ കേപ്പ് കനവറൽ, അവിടെ നിന്നാണ് ജൂണോ വിക്ഷേപിച്ചത്. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആക്ട് പാസാക്കിയ വർഷം 1990. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. നിലവിൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ. ഏറ്റവും കൂടുതൽ കാലം ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നത് ഗിരിജ വ്യാസ് ആണ്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം അലോക് റാവത്താണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യമേത്? ബ്രിട്ടൻ. ബ്രിട്ടനിൽ നടന്ന ഹിതപരിശോധനയെ തുടർന്ന് രാജിവെച്ച ബ്രിട്ടൻ പ്രധാനമന്ത്രിയാണ് ഡേവിഡ് കാമറൂൺ. ഡേവിഡ് കാമറൂൺ പ്രതിനിധാനം ചെയ്തിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കൺസർവേറ്റീവ് പാർട്ടി.
ഡേവിഡ് കാമറൂണിൻ്റെ രാജിയെ തുടർന്ന് പ്രധാനമന്ത്രി പദത്തിലെത്തിയ വ്യക്തിയാണ് തെരേസ മെയ്. ബ്രിട്ടനിൽ പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന രണ്ടാമത്തെ വനിതയാണ് തെരേസ മെയ്. തെരേസ മെയ് പ്രദാനം ചെയ്തിരുന്ന രാഷ്ട്രീയ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടി തന്നെയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയ്ക്കായി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നിയമിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ഡോക്ടർ ഫസൽ അലി. കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 3. കമ്മീഷനിലെ അംഗങ്ങൾ ഡോക്ടർ ഫസൽ അലി, സർദാർ KM പണിക്കർ, ഹൃദയനാഥ് കുൻസ്രു. ഈയിടെ ഏത് രാജ്യമാണ് ലിംഗസമത്വ നിലപാടുകളുടെ ഭാഗമായി ദേശീയഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്നാക്കിയത്? കാനഡ. ഈ ചോദ്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ലിംഗസമത്വം ഉറപ്പാക്കുന്നതിനായി ദേശീയഗാനത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിലാണ് കാനഡ ഈ മാറ്റം കൊണ്ടുവന്നത്. ഇൻ ഓൾ ദ സൺസ് കമാൻഡ് എന്ന വാക്കുകൾക്ക് പകരം ഇൻ ഓൾ ഓഫ് അസ് കമാൻഡ് എന്നാക്കി മാറ്റി. ലിംഗസമത്വ നീതിക്ക് പൂർണ്ണമായ പിന്തുണ നൽകി ശ്രദ്ധേയനായ കാനഡയിലെ പ്രധാനമന്ത്രിയാണ് ജസ്റ്റിൻ ട്രൂഡോ. പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ലിബറൽ പാർട്ടി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ആര്? ബീഗം ഹസ്രത്ത് മഹൽ. മുഹമ്മദി ഖാനം എന്ന ബാല്യകാല നാമത്തിൽ അറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബീഗം ഹസ്രത്ത് മഹൽ. 1857 വിപ്ലവാനന്തരം ഹസ്രത്ത് മഹൽ രാഷ്ട്രീയ അഭയം തേടിയ രാജ്യമാണ് നേപ്പാൾ. സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര? 35. ഓരോ സംസ്ഥാനത്തിനും ഒരു ഗവർണർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 153. ഗവർണറുടെ കാലാവധി 5 വർഷമാണ്. ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി സ്വീകരിക്കാം എന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 1956 7ാം ഭേദഗതി. ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഗവർണറെ നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ്. ഗവർണർക്ക് സംസ്ഥാനങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 213. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം 1947. പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പാണ് ആർട്ടിക്കിൾ 326. ആദ്യമായി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ രാജ്യം ന്യൂസിലൻഡ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമേത്? വ്യാഴം. ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതലുള്ള ഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീഡ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹവും ഗാനിമീഡാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം വ്യാഴമാണ്. ഭ്രമണവേഗത ഏറ്റവും കൂടിയ ഗ്രഹം വ്യാഴം. വ്യാഴത്തിൻ്റെ ഭ്രമണവേഗത 9 മണിക്കൂർ 55 മിനിറ്റാണ്. ഒരു വ്യാഴവട്ടക്കാലം എന്നറിയപ്പെടുന്നത് വ്യാഴത്തിൻ്റെ പരിക്രമണകാലമായ 12 വർഷമാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹം ഏതാണ്? ശനി. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ശനിയാണ്. സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹം ഭൂമി. ഭൂഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഐസക് ന്യൂട്ടൺ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൺ. കണികാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവും ഐസക് ന്യൂട്ടനാണ്. പ്രകാശത്തിൽ 7 ഘടകവർണ്ണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനും സർ ഐസക് ന്യൂട്ടനാണ്.
ന്യൂട്ടൺ രചിച്ച പ്രധാന ഗ്രന്ഥങ്ങളാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക, ഫിലോസഫിയ നാച്ചുറാലിസ്. സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണമേത്? ചുവപ്പ്. കണ്ണിന് ഏറ്റവും സുഖകരമായ നിറമാണ് മഞ്ഞ. സയൻറ്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നിറം മഞ്ഞയാണ്. അപകട സൂചനയ്ക്ക് സിഗ്നലുകളിൽ ഉപയോഗിക്കുന്ന നിറം ചുവപ്പ്. പ്രാഥമിക വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നത് പച്ച, നീല, ചുവപ്പാണ്. ദ്വിതീയ വർണ്ണങ്ങൾ മഞ്ഞ, മജന്ത, സിയാൻ. വർണ്ണാന്ധതയുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങളാണ് ചുവപ്പും പച്ചയും. ചന്ദ്രനിൽ ആകാശത്തിൻ്റെ നിറം കറുപ്പ്. ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം വയലറ്റ്. ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറം ചുവപ്പ്. അലൂമിനിയത്തിൻ്റെ അയിരേത്? ബോക്സൈറ്റ്. അലൂമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 13. ആദ്യമായി അലൂമിനിയം വേർതിരിച്ച ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് അലൂമിനിയം. കളിമണ്ണിൽ സമൃദ്ധമായുള്ള ലോഹം അലൂമിനിയം. തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന അലൂമിനിയത്തിൻ്റെ സംയുക്തമാണ് ആലം. വൈദ്യുത പോസ്റ്റുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത കമ്പികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയമാണ്. ആഹാര പദാർത്ഥങ്ങൾ പൊതിഞ്ഞു സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയം. അലൂമിനിയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയകളാണ് ഹാൾ-ഹെറോൾഡ് പ്രക്രിയ, ഹൂബ്സ് പ്രക്രിയ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏത്? ഇലക്ട്രോൺ. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. ആറ്റത്തിൻ്റെ മൗലിക കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിലെ കണങ്ങൾ പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇലക്ട്രോണിൻ്റെ മാസും ഇലക്ട്രോൺ ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഓക്സിജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഹീലിയം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം സിലിക്കൺ. ഭൂവൽക്കത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ലോഹമാണ് അസ്റ്റാറ്റിൻ. ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏത്? ഗതികോർജം. ഒഴുകുന്ന ജലം, വീഴുന്ന വസ്തുക്കൾ, പായുന്ന ബുള്ളറ്റ് എന്നിവയിലുള്ള ഊർജം ഗതികോർജമാണ്. വസ്തുവിൻ്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജം കൂടുന്നു. താപത്തിൻ്റെ യൂണിറ്റ് ജൂൾ. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിൻ്റെ അളവാണ് താപം. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിൻ്റെ അളവാണ് താപം. താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. വളരെ താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ്. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. താപനിലയുടെ SI യൂണിറ്റ് കെൽവിനാണ്. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താനുള്ള സ്കെയിലാണ് കെൽവിൻ. സാധാരണയായി താപനില അളക്കുന്ന യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് ആണ്. താപോർജ്ജത്തിൻ്റെ അളവ് കലോറി യൂണിറ്റിലും അളക്കാറുണ്ട്. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളിന് തുല്യമാണ്. ശരീര താപനില അളക്കുന്ന ഉപകരണം ക്ലിനിക്കൽ തെർമോമീറ്റർ. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് തോമസ് ക്ലിഫോർഡ് ആൽബർട്ട്. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന സ്കെയിൽ ഫാരൻഹീറ്റ്. തന്മാത്രകളുടെ ഗതികോർജം 0 മാറുന്ന താപനിലയാണ് 273.15 ഡിഗ്രി സെൽഷ്യസ്. ഇതിനെ അബ്സല്യൂട്ട് സീറോ എന്നും പറയും.
ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏത്? ഡെസിബൽ മീറ്റർ. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത്? ബേക്കലൈറ്റ്. ബേക്കലൈറ്റ് നിർമ്മിച്ച ശാസ്ത്രജ്ഞനാണ് ലിയോ ബേക്കലൻഡ്. പ്ലഗുകൾ, സ്വിച്ചുകൾ, ബട്ടണുകൾ, വൈദ്യോപകരണങ്ങളുടെയും പാചകപാത്രങ്ങളുടെയും കൈപ്പിടികൾ മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് ബേക്കലൈറ്റ്. ചൂടാക്കുമ്പോൾ മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല ഏത്? ഓപ്ഷൻസ്: പേശീകല, നാഡീകല, ആവരണകല, അസ്ഥികല. ഇതായിരുന്നു ഓപ്ഷൻസ്. പക്ഷേ ഓപ്ഷൻസിൽ ആൻസർ ഇല്ലാത്തതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ അന്ന് PSC ക്യാൻസൽ ചെയ്തു. ശരിയായ ഉത്തരം യോജനകലയാണ്. ഒരേ കോശത്തിൽ നിന്നും പുറപ്പെടുന്നതും ഒരു പ്രത്യേക ധർമ്മം വഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലയാണ് യോജനകല. മറ്റ് കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്ന കലയാണ് യോജനകല. യോജനകലകൾക്ക് ഉദാഹരണമാണ് അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? റിക്കറ്റ്സ്. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ്. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം വിറ്റാമിൻ ഡി. കേരളത്തിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? പീച്ചി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം 1975 പീച്ചി സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ. കേരള ഫോറസ്റ്റ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പയിലും പാലക്കാട് ജില്ലയിലെ വാളയാറിലുമാണ്. കേരളത്തിലെ ഫോറസ്റ്റ് ഡിവിഷനുകളുടെ എണ്ണം 36. ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത്? ബാക്ടീരിയ. ടൈഫോയിഡ് പകരുന്നത് ജലത്തിലൂടെയാണ്. ടൈഫോയിഡ് ബാധിക്കുന്ന ശരീരഭാഗം ചെറുകുടൽ. ടൈഫോയിഡിന് കാരണമാകുന്ന ബാക്ടീരിയ സാൽമൊണല്ല ടൈഫി. ടൈഫോയിഡ് രോഗത്തിന് കാരണം പേൻ. കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1961. തിരുവിതാംകൂറിൽ വന നിയമം നിലവിൽ വന്ന വർഷം 1887. ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1972. ഇന്ത്യയിൽ പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വന്നത് 1973. ഇന്ത്യയിൽ പ്രോജക്റ്റ് എലിഫൻ്റ് നിലവിൽ വന്ന വർഷം 1992. ഇന്ത്യൻ വന സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1980. പ്രോജക്റ്റ് റൈനോ ആരംഭിച്ച വർഷം 2011. മീനമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തു മീഥെയ്ൻ, മെർക്കുറി. ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഫൈക്കോളജി. കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് കേരളത്തിലാണുള്ളത്. എവിടെയാണിത്? തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷം 1986. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. തിരുവനന്തപുരം ജില്ലയിലാണ് അഗസ്ത്യാർകൂടം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട്. അന്താരാഷ്ട്ര പയറു വർഷമായി ആചരിച്ച വർഷം 2016. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ